ഇതേപോലെ ഒരു പതാക ഒരു മതത്തിന്റെ പേരിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് സത്യം ഭയങ്കര വിഷമാകും. കാരണം അവരെ മതത്തിന്റെ പേരിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത് കാണിക്കുമ്പോൾ അതൊരു ചുമ്മാ തമ്മിലടി ഉണ്ടാക്കാൻ വേണ്ടിയും മറ്റുള്ള മതക്കാരൊക്കെ ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയും ചെയ്യുന്ന പരിപാടിയാണ്. പാകിസ്ഥാൻ സ്നേഹിയായ അലവലാതി പാകിസ്ഥാൻ സ്നേഹവും പറഞ്ഞുകൊണ്ട് വരുന്നവരെ ഇനി രാജ്യദ്രോഹിയായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പോകുന്നത്. പാകിസ്ഥാന്റെ പതാക ഞങ്ങള് തുപ്പും, കീറും, കത്തിക്കും, ചവിട്ടും, അതും പോരെങ്കിൽ അപ്പിയിട്ട് തുടയ്ക്കും. പച്ച സ്നേഹം കൊണ്ട് കണ്ണീരൊലിപ്പിച്ച് നിൽക്കണവനൊക്കെ ഒരു ബക്കറ്റ് മേടിച്ച് ആ കണ്ണീരെല്ലാം കൂടെ സേവ് ചെയ്ത് വെച്ചോണ്ട് പൊക്കോണം. എന്തിനാണെന്നല്ലേ, മൂടും പൊക്കി പിടിച്ച് കിടക്കണവനൊക്കെ ഇനി വായും പൊളിച്ച് കിടക്കാൻ പകെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ശത്രുവിൻ്റെ കൊടി കത്തിച്ചതിന് പകരം കൃഷ്ണൻ്റെയും ഹനുമാൻ്റെയും ഒക്കെ കൊടി കത്തിച്ചാൽ എന്തു തോന്നുവെന്നാ? നീ ഒന്ന് കത്തിച്ചു നോക്കടാ ഇന്ത്യയിലിട്ട്. അപ്പോഴറിയാം പട്ടാളക്കാരെയും സാധാരണക്കാരെയും കൊന്നൊടുക്കിയ തീവ്രവാദികളെ വിളിച്ച് അവാർഡ് കൊടുത്ത കോൺഗ്രസിൻ്റെ ഇന്ത്യ അല്ല ഇതെന്ന്. ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണെന്ന് നിനക്കപ്പോൾ മനസ്സിലാകും.